ടെക്സസിലെ ഫോർട്ട് ബെൻഡ് കൗണ്ടി മുൻ ജഡ്ജി കെ.പി. ജോർജിനെതിരായ ശിക്ഷാവിധി ഏറെ അസ്വസ്ഥതപ്പെടുത്തുന്നു. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഒരാൾ ആ പദവിയിൽ അത്രയും വലിയൊരു നേട്ടത്തിൽ ഒരു കൗണ്ടി എക്സിക്യൂട്ടീവ്, കൗണ്ടിയുടെ മേധാവിയായിട്ട്, അവിടെ ജഡ്ജ് എന്നാണ് പറയുന്നത്, എത്തുന്നത് മറ്റൊരാൾക്കും കഴിയാത്തൊരു കാര്യമാണ്. അത്രയും വലിയൊരു നേട്ടം കൈവരിച്ചൊരു മലയാളി. അപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പുറത്താകുക മാത്രമല്ല, പിന്നെ ശിക്ഷാവിധിക്ക് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ കൂടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊക്കെ വേദനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരാൾ ഒരു വിഷമഘട്ടത്തിൽ പെടുന്നു. അപ്പോൾ അങ്ങനെ വിഷമഘട്ടത്തിൽ പെടുമ്പോൾ സന്തോഷിക്കുകയല്ല വേണ്ട, നമ്മൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് വേണ്ടത്. നമ്മൾ അണിനിരന്നില്ലെങ്കിൽ പിന്നെ ആരാ അണിനിരക്കുമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ തള്ളിക്കളയുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് കരുതി ഇപ്പോൾ കോടതിയും ശിക്ഷയും അതിനെ നമ്മൾ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുകയോ അല്ല. കോടതിയിൽ നിന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് അപ്പീൽ പോകണം. അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാനാവില്ല. അതിൻ്റെ ആ അന്തിമ തീരുമാനം വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ വിധിക്ക് ശേഷം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഫോർമലായ ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ജൂറി തീരുമാനിച്ചതാണ് ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന്. കുറ്റത്തെ പറ്റിയാണ് സന്ദേഹമുള്ളത്. ഈ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ഫണ്ടിൽ നിന്ന് $46,000 എടുത്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യകാലത്ത് ക്യാമ്പയിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് തുക ചെലവഴിച്ചത്. ആ തുക തിരിച്ചെടുക്കുന്നതേ ഉള്ളൂ. ക്യാമ്പയിൻ പ്രചാരണ ഫണ്ടിൽ നിന്ന് ആ തുക തിരിച്ചെടുക്കുന്നതേ ഉള്ളൂ. അതിൽ തെറ്റായ ഒരു കാര്യമുണ്ടെന്ന് കരുതിയിട്ടേ ഇല്ല. ആ വാസം പറഞ്ഞാൽ അതുതന്നെയാണ് എനിക്കും തോന്നിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കെ.പി. ജോർജിൻ്റെ സ്ഥാനത്ത് ഒരു വെളുത്ത വർഗ്ഗക്കാരനോ ഒരു വെളുമ്പനോ അല്ലെങ്കിൽ ഒരു കറമ്പനോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു ശിക്ഷയോ ഇതുപോലൊരു കേസോ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സന്ദേഹം. അപ്പോൾ അവിടെയാണ് എനിക്കതിൻ്റെ ഒരു നീരസമുള്ളത്. നമ്മുടെ മറ്റൊരാൾ, ഒരു ഇന്ത്യക്കാരൻ വന്നിരിക്കുന്നു ഇവിടെ, അധികാരത്തിലേക്ക് എവിടെ നിന്നോ വന്ന ഒരാൾ ഇത്രയും കാര്യപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പോൾ നിലവിലുള്ള ആളുകൾക്കത് ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കറിയാം. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരായ കേസുകളെല്ലാം ഇവരിങ്ങനെ പരതി എവിടെയാണ് കേസ് ഉള്ളത്, എവിടെയാണുള്ളതെന്ന് ഇങ്ങനെ വർഷങ്ങളോളം പിന്നോട്ട് പോയി ചകഞ്ഞ് പിടിച്ചാണ് ഒരു കേസ് ഈ കേസുകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമാണ് തോന്നുന്നത്. അപ്പോൾ അതിനിപ്പം കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അപ്പീൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ $46,000 എടുത്ത് വീട് വാങ്ങിച്ചു. ഇപ്പോൾ $46,000 കൊണ്ട് വീട് വാങ്ങാനാവില്ല. ഇത് സ്റ്റാർബക്സിലെ കാപ്പി കുടിച്ചതിൻ്റെ കണക്ക് വരെ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അത് ചിലവാക്കിയത്. ഈ $46,000 ഈ കൗണ്ടി ജഡ്ജ് എന്ന നിലയിൽ ഇപ്പോൾ 5-6 വർഷമായി അദ്ദേഹം കൗണ്ടി ജഡ്ജാണ്. ഒരു വർഷം ഏതാണ്ട് $2 ലക്ഷം ശമ്പളമുള്ള ഒരു പോസ്റ്റാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ $46,000 ഇവിടുന്ന് തട്ടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പോലും ഒരു $46,000 അങ്ങനെ തട്ടിച്ചെടുക്കുകയോ മോഷിച്ചെടുക്കുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ടോ? അപ്പോൾ അത് മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞിരിക്കുന്നു. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പണം, ഡർട്ടി മണി, എവിടുന്നെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന മണി, ആ പണം ഈ ടാക്സബിൾ ശരിക്കുള്ള തുകയാക്കി മാറ്റുക. അതിനാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ആ കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ അരക്കി വെളുപ്പിക്കുക, ലോണ്ടറി ചെയ്യുക. ഇവിടെ ഇവിടെ കള്ളപ്പണം എവിടെയാണുള്ളത്? കൃത്യമായ കണക്കുള്ള പണമാണുള്ളത്. ആ കൃത്യമായ കണക്കുള്ള പണം ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് പോയി. അപ്പോൾ ആകപ്പാടെ എടുക്കാവുന്നത് പറയാവുന്ന ഒരു കുറ്റം മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, ക്യാമ്പയിൻ ഫണ്ട്സ്. ഈ ക്യാമ്പയിൻ ഫണ്ട്സ് ദുരുപയോഗം ചെയ്തു എന്ന് വേണമെങ്കിൽ അങ്ങനെ ഒരു ചാർജ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അതിൻ്റെ സമയവും സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻസ് അത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞ ഈ വകുപ്പ് വെച്ചത്. അതാകുമ്പോൾ 7 വർഷം വരെ പുറകോട്ട് പോയിട്ട് കേസെടുക്കാം. അപ്പോൾ അതൊക്കെ തന്നെ അത്രയും വലിയൊരു കുറ്റം ഈ ഒരു കാര്യത്തിന് ചുമത്തി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായൊരു കാര്യം. ചെറിയൊരു കാര്യം ഒന്നുകിൽ പൈസ തിരിച്ചടയ്ക്കാൻ പറയാമായിരുന്നു, അല്ലെങ്കിൽ ഇത് കുറ്റകരമാണെന്ന് പറഞ്ഞ് മിസ്ഡെമീനർ ചെറിയൊരു കേസ് അതാകാമായിരുന്നു. അതിന് പകരം ഇതാണ്ട് ഭയങ്കര അപരാധം ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, ഇത് സുതാര്യമായൊരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ ഫിലോസഫിക്കലായിട്ട് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ സമയദോഷമുണ്ട്, ഓരോ കാലക്കേട്. ഇപ്പം തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെ സമയം മോശമാണ്, അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തും, പക്ഷേ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കും. അപ്പോൾ ഇദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ഈ ഉന്നത സ്ഥാനത്തെത്തിയപ്പോഴത്തേക്ക് ശത്രുക്കൾ, ഈ മെയിൻ സ്ട്രീമിലുള്ളവർ നമുക്കറിയാം. ഇന്നലെ വരെ നമ്മളിരുന്ന സ്ഥാനത്തേക്ക്
എവിടുന്നോ വന്ന ഒരു വരത്തൻ കയറി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അവർ ആ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അത് പല പല സംഭവങ്ങൾ ഇപ്പം ഈ പിന്നെ ഓരോ സ്ഥാനത്ത് വരുന്നവർ ഇപ്പം പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ കൺട്രോളറായിട്ട് ജോൺ ലൂ ഒരു ചൈനീസ് വംശജനാണ്. അദ്ദേഹം വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിനെതിരെ നാനാവിധത്തിലുള്ള ആക്ഷേപങ്ങളുമൊക്കെയാണ് പിന്നെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മാംദാനി മേയറായിരിക്കുന്നു. ഇനി അദ്ദേഹം ഒരിക്കലും മേയറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളുമൊക്കെ പിന്നെ കണ്ടെത്തും, ഇല്ലെങ്കിൽ കൂടി കണ്ടെത്തും, ആരോപിക്കും. പക്ഷേ അദ്ദേഹം വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം ഒരാക്ഷേപം പറയാനായിട്ട് ഒരു കാര്യവും മാംദാനിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നല്ല, അദ്ദേഹത്തിന് ആ നല്ല ജനപിന്തുണയുണ്ട് താനും. പ്രത്യേകിച്ച് ഏതാണ്ട് 1 മില്യനോളം ജനങ്ങൾ, 1 മില്യനോളം മുസ്ലിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലുണ്ട് താനും. അതുകൊണ്ട് അത്ര എളുപ്പത്തിലൊന്നും അദ്ദേഹത്തിനെതിരെ നീങ്ങാനും പറ്റില്ല. അപ്പോൾ ഈ ജോർജിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസ്, അപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞത് ആ തിരുവാതിര നക്ഷത്രക്കാർക്കുള്ള ആ കഷ്ടകാലം, അപ്പോൾ അത് അദ്ദേഹത്തെയും ബാധിച്ചു. പക്ഷേ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സന്ദേഹവുമില്ല. കാരണം ഇവിടുത്തേതുപോലെയല്ല അപ്പീൽ കോടതി എന്ന് പറയുമ്പോൾ കോർട്ട് ഓഫ് അപ്പീൽസ് അവിടെയാണ് ചെല്ലുന്നത്. 3-4 ജഡ്ജിമാരാണത് കേസ് കേൾക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞാൽ പിന്നെ അവരുടെ മുൻപാകെ ബാധിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവർക്ക്, കാരണം പക്ഷപാതിത്വമൊന്നുമില്ല, നിഷ്പക്ഷമായിട്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കും. ഉറപ്പായിട്ടും തൻ്റെ നിരപരാധിത്വം സ്ഥാപിക്കുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരേ ഒരു കാര്യം, അതിന് കുറേ കാലതാമസം എടുക്കും, 1 വർഷത്തോളമൊക്കെ എടുക്കും. എന്ന് മാത്രമല്ല കേസും പുക്കാറും നമുക്കറിയാം അതിന് എത്രമാത്രം ചിലവ് വരുമെന്ന്, എത്രയോ ലക്ഷം ഡോളർ ചിലവ് വരും. അപ്പം ജോർജ് ജഡ്ജി ആയപ്പോൾ ഓഫ് കോഴ്സ് നല്ല പിന്നെ വരുമാനം ഭാര്യയ്ക്കും കുടുംബത്തിനുമൊക്കെ കുഴപ്പമില്ല. പക്ഷേ എന്നാൽ കൂടി ഇങ്ങനെയുള്ള മരാമത്ത് ചിലവുകൾ, പിന്നെ വലിയ തോതിലുള്ള ചിലവുകളൊക്കെ വരുന്നത് താങ്ങാവാനാവുന്നതിലും വലുതായിരിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം ആയിരിക്കും. ഇനി പിന്നെ എന്തൊക്കെയായാലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും എല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അതിനാൽ ഈ പിന്നെ അമേരിക്കക്കാരാണെങ്കിൽ ഈ ഭാര്യയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഭാര്യ അല്ലെ ഭർത്താവ് വിട്ടിട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ നല്ല കാലത്തും ചീത്തക്കാലത്തും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഭാര്യയും ഭർത്താവും. അതാണല്ലോ നമ്മുടെ സംസ്കാരം തന്നെ. അപ്പോൾ അതും വലിയൊരു കാര്യം തന്നെ. അപ്പോൾ അദ്ദേഹം ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും ഒരു അപ്പീൽ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആ വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും എനിക്കുമുണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കേസ് കൂടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ്, അന്ന് അദ്ദേഹത്തിന് ഈ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന കക്ഷിക്ക് അന്ന് 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ ആദ്യത്തെ ഇലക്ഷൻ്റെ സമയത്ത് അങ്ങേരെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ഒരു കള്ള ഇമെയിൽ അഡ്രസ്സോ കള്ള വെബ്സൈറ്റ്. എന്നിട്ട് KP ജോർജിനെതിരെ പിന്നെ റേസിസ്റ്റ് ആരോപണങ്ങൾ, അത് വേറെ ചിലർ ആരോപിക്കുന്നതായിട്ടാണ് ആരോപണങ്ങൾ. പക്ഷേ അത് ഇങ്ങേരാണ് ഉണ്ടാക്കിയതെന്ന് ഈ ചീഫ് ഓഫ് സ്റ്റാഫ്, ആ തരൾ പട്ടേൽ എന്ന് പറഞ്ഞാൽ ചെറിയ പയ്യൻ, അങ്ങേരാണ് ഉണ്ടാക്കിയതെന്ന് പിന്നീട് കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങേർക്കെതിരെ കേസ് വന്നു. അങ്ങേരുടെ രാഷ്ട്രീയ ഭാവി, നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരൻ, അതില്ലാതാവുകയും ചെയ്തു. അപ്പോൾ അതിൽ ജോർജും അക്കാര്യത്തിനും പിന്നെ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നും പറഞ്ഞ് ഈ പരതി ചില ഇമെയിലുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള കേസും അടുത്ത മാസം വീണ്ടും പിന്നെ വിചാരണയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊരു മിസ്ഡെമീനർ ചാർജാണെന്ന് തോന്നുന്നു, ഫെലണിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഈ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തുന്ന ആളുകൾ ഈ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഈ കുറ്റം കണ്ടെത്തി അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്തും ജോർജിൻ്റെ ഭാഗത്തും ഒരു ആലോചനക്കുറവുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും, ഈ പ്രത്യേകിച്ച് ഇന്ത്യക്കാരും അല്ല അങ്ങനെയുള്ള ആളുകൾ രംഗത്ത് വരുമ്പോൾ ചെയ്യുന്ന ഏതൊരു കാര്യവും പിന്നെ മറ്റുള്ളവർ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കും. അവർ കുറ്റം കണ്ടെത്താനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾക്കും ഒരു ചാൻസും കൊടുക്കാൻ പാടില്ല, ഒരു ആക്ഷേപത്തിനും പിന്നെ അവസരം കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം കൊടുത്തു എന്നുള്ള ആ ഒരു തെറ്റുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ പറ്റിയ ഒരു അബദ്ധമായിരിക്കാം. എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ നേതൃസ്ഥാനത്തൊക്കെ വരുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന 100% കാര്യവും 100% പിന്നെ ഫുൾ പ്രൂഫ് ആയിരിക്കണം. തെറ്റോ കുറ്റമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ കൃത്യമായിട്ട് ആ നേർവഴിക്കൂടെ തന്നെ പോകുന്നതിൽ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇത് നമുക്കൊരു പാഠം തന്നെയാണ് എന്നുള്ളതിന് തർക്കമില്ല. അദ്ദേഹവും ഈ കേസിൽ നിന്ന് വിജയിച്ച് വരട്ടെ എന്ന് നമുക്ക്
പിന്നെ ആശിക്കാം അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയി. പിന്നെ അത് തന്നെ ഒരു വലിയ പണിഷ്മെൻ്റായി. അപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അതുപോലൊരു സ്ഥാനത്ത് ഇനി ആര് വരും, എന്ന് വരും? അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷൻ നമുക്കില്ലാതായി തീർന്നിരിക്കുന്നു. ഹൂസ്റ്റൺ ആയിരുന്നു നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം KP ജോർജ് പോയി, ഈ ജഡ്ജ് പിന്നെ ജൂലി മാത്യൂസ് വിജയിച്ചില്ല. ഇനിയിപ്പം പിന്നെ ജഡ്ജ് സുരേന്ദ്രൻ പട്ടേലാണ്, അദ്ദേഹത്തിന് ഇലക്ഷൻ വരുന്നു, നവംബറിൽ ഇലക്ഷൻ വരുന്നു. അദ്ദേഹമെങ്കിലും വിജയിക്കട്ടെ എന്ന് നമ്മൾ പിന്നെ ആശംസിക്കുന്നു.